എൻ്റെ അമ്മോ, 8ന്റെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പണി കിട്ടാനില്ല ഗൈസ്. എനിക്ക് എണീക്കാനോ നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റാണ്ടായി. എന്താ പറയുക, നമ്മളെ ഓരോ ഇഞ്ചിഞ്ചായിട്ട് മറ്റേ തളച്ച് എന്തെങ്കിലും ഹാമറിട്ട് നമ്മൾ ആണിയൊക്കെ അടിച്ച് കയറ്റില്ലേ, അതുമാതിരി ഒരു പെയിൻ ആയിരുന്നു എനിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു കഴുത്ത് പോയി കിട്ടി, കഴുത്തിൻ്റെ പണി കഴിഞ്ഞു, ഇനി വല്ല സർജറി ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്കും പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ വെരി ലോങ് ടൈമാണ് നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ഇടുന്നത്. ടു ബി പ്രിസൈസ് ഓൾമോസ്റ്റ് 10 ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ലാസ്റ്റ് ഇട്ട 2 വീഡിയോസും ഫുഡ് ഷോർട്സ് ആയിരുന്നു. സോ അതിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടായിരുന്നു ഇട്ടത്, അല്ലാണ്ട് ഇതുമാതിരി ലൈവായി സംസാരിച്ചിട്ട് നമ്മൾ കുറേ ആയി. സോ ലാസ്റ്റ് ഇട്ട ഫുഡ് ഷോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്, പവനായി ശവമായി എന്നൊക്കെ. സോ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാനാണ് വന്നത്. ആൻഡ് ഐ ഹാവ് നോട്ട് റിക്കവേർഡ് കംപ്ലീറ്റ്ലി. ഇപ്പോഴും സ്റ്റിൽ ഇൻ ദ പ്രോസസ് ഓഫ് റിക്കവറി ആണ്. സോ എനിക്ക് നല്ലൊരു 8ന്റെ പണിയായിരുന്നു കിട്ടിയത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ആ വഴി പോയിന്ന്. ഞാൻ പോയിട്ടില്ല ഗൈസ്, ഇവിടെ തന്നെ ഉണ്ട്. സോ എനിക്ക് പറ്റിയൊരു നല്ല പറ്റലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ യൂഷ്വലി വീഡിയോസ് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ, എപ്പോഴാണോ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നത് അപ്പം മാക്സിമം വീഡിയോസ് ഞാൻ എടുത്ത് വെക്കും. ആൻഡ് പിന്നെ എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് അപ്പം മാക്സിമം എഡിറ്റും ചെയ്യും. അങ്ങനെയാണ് പതിവ്. കാരണം നമുക്ക് വർക്കൊക്കെ ഉള്ള കാരണം എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്യാറ്. സോ ഞാൻ കഴിഞ്ഞ ആഴ്ച കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്പെഷ്യലി ഷോർട്സ് കേട്ടോ. അപ്പോൾ ഷോർട്സിന് കുറേ എടുത്ത് വെച്ചത് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വർക്കും കാര്യമൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ത്രൂ ഔട്ട് ഇരുന്നിട്ട് ഈ ഒരു ചെയറിൽ തന്നെയായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഫോണിൽ തന്നെയാണ്, ഞാൻ ഇങ്ങനെ തല താഴ്ത്തി വെച്ചിട്ടായിരുന്നു കംപ്ലീറ്റ്ലി ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2.5 hours ഒക്കെ ഞാൻ അറ്റ സ്ട്രെച്ച് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് രാവിലെ എണീറ്റപ്പം ചെറുതായിട്ട് കഴുത്ത് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു, ചെറുതായിട്ട് കേട്ടോ. ഞാനത് കാര്യമാക്കിയില്ല. യൂഷ്വൽ നമ്മുടെ പണിയൊക്കെ ചെയ്ത് നടന്നു. ഓൾമോസ്റ്റ് അത് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നൈറ്റ് ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പെയിനായി. എനിക്ക് എന്താ പറയുക, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, കഴുത്ത് അത്രയ്ക്കും പെയിനായി. അങ്ങനെ രാത്രി ഞാൻ എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങി. പെയിൻ കില്ലർ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പെയിൻ മാറിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പം ഒട്ടും എനിക്ക് എണീക്കാൻ പറ്റാണ്ടായി, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം പണി കിട്ടിയിട്ടുണ്ട്, ഇതെന്തോ മസിൽ സ്പാസം ആയതാണ്. അങ്ങനെ ഞാൻ പിന്നെയും ഒരു ഡേ ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല, ജസ്റ്റ് ഞാൻ തന്നെ പെയിൻ കില്ലർ എടുത്തിട്ട് നോക്കി. ബട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ എണീറ്റിരിക്കാനോ നടക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ ഫുൾ ടൈം ബെഡിൽ കിടക്കുകയായിരുന്നു. എന്തിന്, തല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കാൻ പോലും പറ്റില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു മറ്റേ മീശമാധവനിലെ പിള്ളേച്ചൻ്റെ അവസ്ഥയായി എന്നാണ് ഞാൻ വിചാരിച്ചട്ടോ, സത്യം. അങ്ങനെ ആ ഒരു ഡേയും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ സൺഡേ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടായപ്പം ഞാൻ പോയി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇതൊക്കെയായിരുന്നു, ഞാൻ കുറേ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറ്റ സ്ട്രെച്ച് ഇരുന്ന് എഡിറ്റ് ചെയ്തു, പിന്നെ വർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് മസിൽ സ്പാസം ആയതാണ്. ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു പണി ചെയ്യുമ്പം ആ മസിൽ ഡീഹൈഡ്രേറ്റ് ആയിട്ട് പറ്റുന്നൊരു കാര്യമാണിത്. സോ എനിക്ക് പണ്ടും ഇതുമാതിരി കാലിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം അതുമാതിരി എനിക്ക് ബാക്കിലൊക്കെ ഇതുമാതിരി സ്പാസം വന്നിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് പോയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് ലിറ്ററലി ഇന്നൊക്കെ ഓൾമോസ്റ്റ് 10 days ആയി ഗൈസ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ വേദന കംപ്ലീറ്റ് ആയി പോയിട്ടില്ല. ഇവിടെ എനിക്ക് നല്ല പെയിൻ ഉണ്ട്. ഡോക്ടർ എനിക്ക് പെയിൻ കില്ലർ പ്ലസ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, ആൻഡ് കുറച്ച് എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം, കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദിസ് വിത്ത് യു ഗൈസ്. കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ആ വഴി പോയി എന്ന്. അപ്പം എന്താ നടന്നതെന്ന് നിങ്ങളെ അറിയിക്കണമല്ലോ ഗൈസ്. അപ്പം ഞാൻ ആ മെഡിസിൻസ് എടുത്ത് തുടങ്ങിയപ്പോഴും എന്താ പറയുക, ഇത് പെട്ടെന്ന് നമുക്ക് ഈ സ്പാസമായത് പെട്ടെന്ന് റെഡി ആവില്ല, കുറച്ച് ടൈം എടുക്കും. കാരണം അവിടുത്തെ മസിൽ ചതഞ്ഞ പോലെ ആയിരിക്കും. അത് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി കുറച്ച് ടൈം എടുക്കും, ഓൾമോസ്റ്റ് ഒരു 2 weeksോടെ എടുക്കും. അപ്പം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 10 days ആയി. അപ്പോൾ 10 days ആയിട്ടും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ് എനിക്ക് എണീറ്റ് നടക്കാനും ഫുഡ് കഴിക്കാനും ഇരിക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ തിരിയാനൊക്കെ പറ്റുന്നുണ്ട്. ആ എനിക്ക് വന്ന സമയത്തുള്ള അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെയായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഞാൻ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കും, അപ്പം തന്നെ ഞാൻ വന്ന് കിടക്കും. അതായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ബാം എല്ലാം ഉണ്ടായിരുന്നു, ലൈക്ക് ഓയിൻമെന്റ്സ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ അമ്മൂമ്മ എനിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് തന്നിട്ട്, നമ്മുടെ കയ്യിൽ ഒരു ഹീറ്റിംഗ് പാഡ് ഉണ്ട്. അത് അമ്മൂമ്മ പണ്ട് യൂസ് ചെയ്ത പാഡാണ് കേട്ടോ, അത് കുറേ വർഷമായിട്ട് കയ്യിലുള്ളതാണ്. സോ അതുള്ള കാരണം അതും നല്ല രീതിയിൽ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ലൊരു റിലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളല്ലാണ്ട് ഹോട്ട് വാട്ടർ ബാഗ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം സാധനം. അത് ജസ്റ്റ് കറണ്ടിൽ കുത്തിയിട്ട് നമ്മൾ ഒരു പില്ലോ പോലെയാണ്, ഒരു മിനി പില്ലോ പോലെയാണ് വെച്ചാൽ
വെച്ചാൽ മതി, നല്ലൊരു ചൂട് കിട്ടും നമുക്ക്. അപ്പം അതൊക്കെ ചെയ്തിട്ട് ഇപ്പം കുറച്ച് റിക്കവർ ആയി എന്ന് പറയാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിനി പില്ലോ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് കറണ്ടിൽ കുത്തിയിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചാൽ മതി. അപ്പം നല്ല റിലീഫ് തരും കേട്ടോ. സോ ലിറ്ററലി ഇതെൻ്റെ ഒരു ലൈഫ് സേവർ ആയിരുന്നു എന്ന് പറയാം. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴും എനിക്ക് കംപ്ലീറ്റ്ലി വേദന പോയിട്ടില്ല ഗൈസ്. ഇപ്പം ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കിവിടെ വേദനയുണ്ട്. സോ ഒട്ടും ഒരു റെസ്റ്റ് കൊടുക്കാണ്ട് കഴുത്തിന് കംപ്ലീറ്റ്ലി സ്ട്രെയിൻ കൊടുത്ത കാരണം നല്ല എച്ചിൻ്റെ പണി കിട്ടിയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഐ ബി ബെറ്റർ സൂൺ. കംപ്ലീറ്റ്ലി വേദന മാറുന്നു പ്രതീക്ഷിക്കുന്നു. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് മൈ വേദന കാര്യങ്ങളെല്ലാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do subscribe to my channel and we'll come back with the bang guys. Bye bye.